സുമൻ ദില്ലിയിൽ താമസിക്കുന്നു. അവളുടെ അച്ഛന് ചാട്ടിന്റെ വ്യാപാരമായിരുന്നു. സുമനും അച്ഛനെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കും. അച്ഛാ, ഇന്നാ എല്ലാ ഗോൾഗപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. മധുരചട്നി അച്ഛൻ ഉണ്ടാക്കണം. ഞാൻ പച്ചച്ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെ സുമൻ, എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണ്ട. അതെനിക്കൊരു ശീലമായി തീരും. കുറച്ചു നാള് കഴിഞ്ഞ് നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നീയില്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് നീ അധികം ജോലി ചെയ്യണ്ട. മതി കരഞ്ഞത്. സുമൻ, നീ തന്നെ നിന്റെ അച്ഛനെ ഒന്ന് നോക്ക്. ഒരിത്തിരി സമയം കിട്ടിയാ അങ്ങ് വിഷമിച്ചോളും. അച്ഛാ, ഞാൻ അച്ഛനെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് കല്യാണം കഴിക്കണ്ട. എനിക്ക് അച്ഛനും അമ്മയില്ലാതെ ജീവിക്കാൻ എന്തായാലും പറ്റൂല. ഇല്ല മോളെ, അങ്ങനെ പറയരുത്. പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. കേശവും മിടുക്കനാ. അവിടെ നിനക്ക് സന്തോഷമായിരിക്കും. അവളുടെ കല്യാണം സൂരറ്റിലൊരു പയ്യനുമായി ഉറപ്പിച്ചു. ഒരു മാസം കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ സുമന് വേറൊരു നാട്ടിൽ അച്ഛനും അമ്മയും ഇട്ടിട്ട് പോവാൻ ഭയങ്കര വിഷമമായിരുന്നു. സുമൻ മൂത്തതായിരുന്നു. ഒരു ഇളയ അനിയനുണ്ടായിരുന്നു. അവൻ പഠിക്കുകയാണ്. പതുക്കെ പതുക്കെ ഒരു മാസം കഴിഞ്ഞു. സുമന്റെ കല്യാണം എത്തി. സുമന്റെ അച്ഛനമ്മയും നല്ല രീതിയിൽ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിടും. കല്യാണം കഴിഞ്ഞ് സുമൻ ദില്ലിയിൽ നിന്നും സൂരറ്റിലേക്ക് വരും. സുമന്റെ ഭർത്താവ് കേശവ് ഒരു ഗ്യാരേജിൽ വണ്ടി ശരിയാക്കുന്ന ജോലിയായിരുന്നു. സുമന് നല്ല വിവരമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു. മതി മരുമോളെ, ഇനി എനിക്ക് റൊട്ടി വേണ്ട, മോന് കൊടുത്തേരെ. ഒരു റൊട്ടി മതി എനിക്ക്. വയറിപ്പോൾ തന്നെ നിറഞ്ഞു. നല്ല സ്വാദിഷ്ടമായ റൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടുതലാ കഴിച്ചത്. എവിടെ അമ്മ, ആകെ 2 ചപ്പാത്തി എന്ന് പറയണ ഒരു വായ്ക്കേ ഉള്ളൂ. ഞാൻ വന്നില്ലേ, ഇനി ചൂട് ചൂട് റൊട്ടി എന്നും എന്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരും. ഒരടവും നടക്കൂല. മോളെ, ഞങ്ങളുടെ ഭാഗ്യം തന്നെയാ. അതുകൊണ്ടാ നിന്നെ മരുമോളായിട്ട് കിട്ടിയത്. നന്നായിരിക്കെ. അതെ, നിങ്ങളുടെ ടിഫിൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പിടിക്ക്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരാം. ആ ശരി, ഞാൻ പുറത്ത് ബൈക്കിന്റെ അടുത്ത് കാണും. അമ്മ, വേറെന്തെങ്കിലും സാധനം മേടിക്കണോ? എഴുതിയതൊക്കെ മതി മോളെ. വേറെന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ അങ്ങ് വാങ്ങിച്ചോ. ശരി, ഞാനപ്പോ കുറച്ച് കഴിഞ്ഞ് വരാം. സുമൻ കേശവിന്റെ കൂടെ മോട്ടോർ സൈക്കിളിരുന്ന് മാർക്കറ്റിൽ പോകും. സുമൻ, കടയിൽ പിന്നീട് പോകാം. നീ ഒറ്റയ്ക്ക് എങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നേ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. കേശവ് അവളെ മാർക്കറ്റിൽ വിട്ട് ഗ്യാരേജിലോട്ട് പോവുകയായിരുന്നു. എവിടുന്നോ അവന്റെ മോട്ടോർ സൈക്കിളിന്റെ മുമ്പിൽ ഒരു കല്ല് വന്ന് വീഴും. കേശവിന്റെ മോട്ടോർ സൈക്കിൾ ആ കല്ലെ ഇടിച്ച് കേശവ് താഴെ വീണുപോകും. നല്ല പരിക്കേറ്റിട്ടുണ്ട് അവന്. സുമൻ കുറച്ചു ദൂരെ പോയുള്ളൂ. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? ചേട്ടാ, ഒന്ന് സഹായിക്കാമോ? വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. കുറച്ചുപേരെ വന്ന് സുമനെ സഹായിച്ച് കേശവനെ ആശുപത്രിയിൽ കൊണ്ടാക്കും. ഡോക്ടർ കേശവിനെ ചികിത്സിക്കാൻ തുടങ്ങും. കുറച്ചേരം കഴിയുമ്പോൾ കേശവിന് സുഖം തോന്നും. വലിയൊരു പരിക്കൊന്നും പറയാനില്ല. പക്ഷെ കേശവിന്റെ കാലിലെ എല്ല് പൊട്ടി. 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. കാലിനൊരു ഫ്രാക്ചറല്ലേ ഉള്ളൂ. റെസ്റ്റ് ചെയ്താൽ റെഡിയാകുമല്ലോ. വിഷമിക്കണ്ട. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ. നിനക്കറിയില്ലല്ലോ, ഒരു ചെറിയ മുറിവ് മക്കൾക്ക് വന്ന അമ്മയ്ക്ക് എത്ര വേദനിക്കുമെന്ന്. നിനക്കാണേ വലിയ പരിക്കായേറ്റത്. കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇനി അങ്ങോട്ട് പോവണ്ട. ഡോക്ടർ 6 മാസത്തെ റെസ്റ്റാ പറഞ്ഞേക്കണേ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. കാശിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാം. അപ്പൊ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോഴേക്ക് സുമന്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നു. സുമൻ ഫോണിൽ കേശവിന്റെ ആക്സിഡന്റ് കാര്യം കേട്ടപ്പോ അവർക്കങ്ങ് ഇരിക്കപ്പുറതിയില്ലാണ്ടായി. മോനെ, പൈസയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇവളെ ചാട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോളെ, നീ ഇവിടെ ഗോൽക്കപ്പയുണ്ടാക്കി കച്ചവടം ചെയ്യുക. ഉറപ്പായും വിജയിക്കും. ഞാനും തൽക്കാലം നിൽക്കാം. എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ആ അച്ഛാ, അത് നന്നായിരിക്കും. ദില്ലിയിലുള്ള ഗോൽഗപ്പ ഇവിടെ നന്നായിട്ട് വിറ്റുപോകും. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും ആരും ദില്ലിയിലെ ഗോൽഗപ്പ വിറ്റ് ഞാൻ കണ്ടിട്ടില്ല. കേശവ് മോനെ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛനും ഞാനും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. ശരി അമ്മേ. ശരി അച്ഛാ. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മരുമോളും അച്ഛനും അമ്മയൊക്കെ ഭാഗ്യമുള്ളവർക്കൊക്കെ കിട്ടൂ. സുമന്റെ അമ്മായിയമ്മയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. കേശവനും അമ്മായിയച്ഛനും അമ്മായിയമ്മയും വന്നപ്പോൾ ധൈര്യം കിട്ടിയതുപോലെയായി. സുമൻ അച്ഛന്റെ കൂടെ ചേർന്ന് ഉന്തുവണ്ടിയിൽ ഗോൽഗപ്പയുടെ വ്യാപാരം തുടങ്ങി. അതിലെഴുതിയിരുന്നത് ദില്ലി വാലെ ഗോൽഗപ്പേ. ഗോൽഗപ്പ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? സൂററ്റിലാണെ പാനിപ്പൂരി തിന്നാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കണ്ട് സുമനും അച്ഛനും ചേർന്ന് ഗോൽഗപ്പയുടെ ഒരു സ്റ്റോള് തുടങ്ങി. അവരുണ്ടാക്കുന്ന ഗോൽഗപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മോളെ, നീ ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാറായി. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുക. നിന്റെ അനിയനിപ്പോൾ അവിടെ തനിച്ചല്ലേ ഉള്ളത്. അവൻ ഒറ്റയ്ക്കല്ലേ. ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകുക. അതെ അച്ഛാ, സൂരജ് ഒരുപാട് ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ. അച്ഛനാണെങ്കിൽ ദില്ലിയിലെ വ്യാപാരം നോക്കണ്ടേ. അതും കുറച്ചു ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയല്ലേ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. സുമന്റെ അച്ഛനും അമ്മയും തിരിച്ച് ദില്ലിയിലോട്ട് പോവും.
അവര് വന്നിട്ട് ഒരുപാട് ദിവസമായിരുന്നു. ഇപ്പൊ എന്നും സുമൻ ഒറ്റയ്ക്ക് തന്നെ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യുന്നു. അവൾ എന്നും രാവിലെ എണീറ്റ് ഗോൽഗപ്പയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് മാർക്കറ്റിൽ പോകും. എന്ന് പറഞ്ഞാൽ എന്താ ചേച്ചി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഗോൽഗപ്പ ഒരു രക്ഷയില്ല. ഞങ്ങൾ കൂട്ടുകാരികൾ ചേർന്ന് ഇവിടെ വരുന്നതേ ഈ ഗോൽഗപ്പ തിന്നാൻ വേണ്ടി തന്നെയാ. അത് ശരിയാണ് ചേച്ചി, നല്ല രുചിയാണ് ഗോൽഗപ്പയ്ക്ക്. അതിന്റെ കൂടെ മധുരമുള്ള വെള്ളം നന്നായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ പ്രശംസിച്ചാ എനിക്ക് ജോലി ചെയ്യാൻ നല്ല ഉത്സാഹമായിരിക്കും. ഇന്ന 2 ഗോൽഗപ്പ സന്തോഷത്തിന് ഇരിക്കട്ടെ, കഴിച്ചു. സുമൻ എന്നും വൈകുന്നേരം ആവുമ്പോൾ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യും. പതിയെ പതിയെ സുമന്റെ ഗോൽഗപ്പയെ സൂരറ്റിൽ അങ്ങ് പ്രശസ്തിയായി. ഇപ്പൊ അവക്ക് കല്യാണത്തിന്റെയും പാർട്ടിയുടെ ഓർഡർ കിട്ടാൻ തുടങ്ങി. സുമനെ സഹായിക്കാൻ അമ്മായിയമ്മയും കുറവൊന്നുമില്ല. എവിടെയെങ്കിലും കല്യാണത്തിന്റെയോ പാർട്ടിയുടെ ഓർഡർ കിട്ടിയാൽ സുമൻ അവളുടെ അമ്മായിയമ്മയുടെ കൂടെ പോകും. എന്നിട്ട് അവിടെ ഒരു സ്റ്റോൾ ഇടും. സ്റ്റോളിൽ എഴുതിയേക്കുന്നത് ദില്ലിവാലെ ഗോൽഗപ്പ എന്ന് കാണുമ്പോൾ ആൾക്കാരൊക്കെ ചാടി ആദ്യം ഇങ്ങോട്ട് തന്നെ വരും. ഒരുപാട് പൈസ ഉണ്ടാക്കി സുമൻ. എന്നിട്ട് സുമൻ ഒരു ദിവസം ഭർത്താവിന്റെ അടുത്ത് അമ്മയമ്മ അടുത്ത് പറഞ്ഞു, കേൾക്കൂ, ഇപ്പൊ നിങ്ങളുടെ അസുഖത്തിന് ഇച്ചിരി മാറ്റമൊക്കെ ഇല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഗ്യാരേജിലെ പണിയങ്ങ് വിട്, നമുക്ക് ഗോൽഗപ്പയുടെ കടയങ്ങ് തുടങ്ങാം. ഇപ്പോഴാണേ നമ്മുടെ കയ്യിൽ നിറച്ചു പൈസ ഉണ്ടല്ലോ, കുറച്ച് ജോലിക്കാരെയും വെക്കാം. സുമൻ, നീ എന്റെ ജീവിതമേ മാറ്റിമറിച്ചു. നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. നന്നായിരിക്കണ്ടേ മക്കളെ. സുമൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാം നന്നായി തന്നെ നടന്നു. കേശവും സുമനും മാർക്കറ്റിൽ തന്നെ ഒരു കട വാടകയ്ക്കങ്ങെടുക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവര് ജോലി ചെയ്യാൻ 2 ജോലിക്കാരെയും നിയമിക്കുകയും ചെയ്യും. പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നും പോയിരിക്കും. ബുദ്ധിമുട്ട് വരുമ്പോൾ ഒളിച്ചോടാനല്ല, അതിനെ നേരിടാൻ വേണം ശ്രമിക്കേണ്ടത്. എന്നാൽ ജീവിതം നന്നായി തന്നെ പോവും. ആരൊക്കെയാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അവർക്കേ ജയമുണ്ടാവുകയുള്ളൂ. ഇവിടെ ദാ സുമൻ ചെയ്ത പോലെ. അവൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒളിച്ചോടിയില്ല, അതിനെ നേരിടുകയാണ് ചെയ്തത്. വിലാസ്പൂർ എന്ന ഗ്രാമത്തിൽ മഹേഷ് പക്കോടക്കാരനുണ്ടായിരുന്നു. അവൻ പല പച്ചക്കറികളുടെ പക്കോട വിൽക്കുമായിരുന്നു. പക്കോട വാങ്ങൂ, പക്കോട, ചൂടുള്ള പക്കോട, വെണ്ടയ്ക്ക പക്കോട, പാവയ്ക്ക പക്കോട, സവാള പക്കോട. എടാ മഹേഷ്, നിന്റെ അടുത്ത് നോർമൽ പക്കോടയൊന്നും ഇല്ലേ? ഉള്ളിയുടെയോ കോളിഫ്ലവറുടെയോ ഒക്കെ? ആ ഉണ്ടെന്നേ, പക്ഷെ നിങ്ങൾ വെണ്ടയ്ക്ക പക്കോടയും പാവയ്ക്ക പക്കോടയും ചോദിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. ആ, ഇത് ശരിയാണ്. എനിക്ക് കോവയ്ക്കൊരു പക്കോട താ, തിന്നു നോക്കട്ടെ. ആ സ്ത്രീ പക്കോട കഴിച്ചു. അവർക്കത് വളരെ ഇഷ്ടമായി. ആ, നല്ല കൈപ്പുണ്യാണല്ലോ മഹേഷേ. കോവയ്ക്ക കൊണ്ടു ഇത്രയും നല്ല പക്കോട ഉണ്ടാക്കാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വിചിത്രമായ പക്കോടകൾ വിൽക്കുന്ന കൊണ്ട് മഹേഷ് ആ നാട്ടിൽ ഫേമസ് ആയിരുന്നു. അവൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊപ്പം സന്തോഷമായ ജീവിതം ജീവിക്കുകയായിരുന്നു. പക്ഷെ അവൻ അറിയത്തില്ലായിരുന്നു അവന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ കറുത്ത മേഘങ്ങൾ വരാൻ പോകുന്നെന്ന്. അവൻ എല്ലാ ദിവസവും രാവിലെ പക്കോട ഉണ്ടാക്കി വിൽക്കാൻ ഇറങ്ങുമായിരുന്നു. ഒരു ദിവസം അവൻ പക്കോട ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അവന്റെ ഭാര്യ സർള വിളിച്ചു, ഒന്ന് കേക്കൂന്നേ, ഒന്നിങ്ങോട്ട് വരാവോ? ആ ദാ വരുന്നു. മഹേഷ് എണീക്കുമ്പോ കാല് തെന്നി ആ തിളച്ച എണ്ണയിലേക്ക് വീഴും. ആ, ആ, ആ. അവന്റെ 2 കൈയിലും തീ പിടിക്കും. സർള ഓടി വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുപാട് വൈകിയായിരുന്നു. ദേ നോക്കൂ, നിങ്ങളുടെ ഭർത്താവിന്റെ 2 കൈയും നന്നായി പൊള്ളിപ്പോയിട്ടുണ്ട്. 2 കൈയും മാറ്റിയേ പറ്റൂ. ഡോക്ടർ മഹേഷിന്റെ 2 കൈയും വെട്ടിക്കളഞ്ഞു. മഹേഷ് വീട്ടിൽ എത്തി കരയാൻ തുടങ്ങി. ഇനി ഞാൻ പക്കോട എങ്ങനെ ഉണ്ടാക്കും? പക്കോട ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ എങ്ങനെ നോക്കും? മഹേഷിന്റെ 2 കുട്ടികൾ പിങ്കിയും പൂജയും പറഞ്ഞു, അച്ഛ, ഞങ്ങൾ പക്കോട വിറ്റോളാം. ആ അച്ഛ, ഞങ്ങളെ പഠിപ്പിച്ചെന്നാ മതി എങ്ങനെയാ പക്കോട ഉണ്ടാക്കണേന്ന്. ദേ ഇങ്ങോട്ട് നോക്ക്. പഠിക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഈ ജോലിയെല്ലാം ഞാൻ എങ്ങനെ പറഞ്ഞു തരും? ഇനി ചെയ്തല്ലേ പറ്റൂ, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്ത ദിവസം 3 പേർക്കും എങ്ങനെ പക്കോട ഉണ്ടാക്കണേന്ന് മഹേഷ് പറഞ്ഞു കൊടുത്തു. 3 പേരും കൂടെ പക്കോട ഉണ്ടാക്കി എന്നിട്ട് വിൽക്കാനായി പോയി. കുറച്ചുപേര് പക്കോട കഴിച്ച് പറഞ്ഞു, അല്ല, ഈ പക്കോട വളരെ മോശമാണല്ലോ. മഹേഷ് ഉണ്ടാക്കുന്ന പക്കോടയാ വളരെ നല്ലത്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന് സുഖമില്ല, അതാ ഞാൻ വന്നത്. മഹേഷിന്റെ ഭാര്യയാണോ നീ? പക്ഷേ നിനക്കത്ര കൈപ്പുണ്യം കിട്ടിയിട്ടില്ലല്ലോ. മഹേഷിന്റെ കൈപ്പുണ്യമാ വളരെ നല്ലത്. സർള ഉള്ളിൻ്റെ കരയുകയായിരുന്നു. അവൾ എങ്ങനെ എല്ലാവരോടും പറയും മഹേഷിന് ഇപ്പൊ കൈകളില്ലെന്ന്. കുറച്ചു ദിവസം സർള പക്കോട വിൽക്കാൻ തുടങ്ങി. പക്ഷെ മെല്ലെ ആൾക്കാർ അവളുടെ അടുത്തുനിന്ന് വാങ്ങാൻ നിർത്തി. സർള കഷ്ടത്തിലായി. അവള് മഹേഷിനോട് പറഞ്ഞു, ആരും എന്റെ അടുത്തുനിന്ന് പക്കോട വാങ്ങിക്കണില്ല, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവണില്ല. നമ്മൾ പട്ടിണി കിടന്ന് ചാവൂ എന്നാ തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് ചാവൂ.
മഹേഷ് പക്കോട വിൽക്കാൻ വരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടിൽ പുതിയ 2-3 പക്കോടക്കാര് വന്നു. അവര് ഉള്ളി, ഉരുളക്കിഴങ്ങ്, മുളകിന്റെ പക്കോട വിൽക്കാൻ തുടങ്ങി. നാട്ടിലെ ആൾക്കാർ അത് തന്നെ കഴിക്കാൻ തുടങ്ങി. സരള പക്കോട ഉണ്ടാക്കി വിൽക്കാൻ ചെന്നപ്പോ ബാക്കി പക്കോടക്കാര് പറഞ്ഞു, ഒരു പെണ്ണ് പക്കോട ഉണ്ടാക്കാൻ പാടില്ല പോ. ഇല്ല, ഞാൻ പക്കോട വിൽക്കും. ആരാ പറഞ്ഞ സ്ത്രീകൾക്ക് പക്കോട വിൽക്കാൻ പറ്റില്ല എന്ന്? ഞങ്ങൾ പറഞ്ഞത് തന്നെയാ. ഞങ്ങൾ മാത്രമേ ഈ നാട്ടിൽ പക്കോട ഉണ്ടാക്കൂ. നിന്നെ വിൽക്കാൻ അനുവദിക്കില്ല, മനസ്സിലായോ? നാളെ മുതൽ ഇങ്ങോട്ട് വരരുത്. പക്ഷെ സരള അവര് പറഞ്ഞത് കേട്ടില്ല. അവൾ അടുത്ത ദിവസം വീണ്ടും പക്കോട വിൽക്കാനായി ചെന്നു. ഇന്നലെ നിന്നോട് വരരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ വന്നത്? ആ, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് ശരി, അതാണല്ലേ വിഷയം. നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. രണ്ടുപേരും കൂടെ ചേർന്ന് സരളേനെ അടിക്കാൻ തുടങ്ങി. സരളയുടെ തലേന്ന് ചോര വരാൻ തുടങ്ങി. സരള വീട്ടിൽ പോയി. അല്ല, നിനക്ക് എന്തു പറ്റി? ആരാണ് ഇത് ചെയ്തത്? സരള കരഞ്ഞോണ്ടെല്ലാം പറഞ്ഞു. മഹേഷ് പറഞ്ഞു, നമ്മൾ പാവപ്പെട്ടവരല്ലേ, അതുകൊണ്ടാണ് എല്ലാവരും നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാ നമ്മൾ അടികൊള്ളൂ? നമ്മൾ എന്താ മറുപടി കൊടുക്കില്ലേ? പക്ഷെ ഒരുപാട് ചിന്തിച്ചിട്ടും മഹേഷിനൊന്നും പിടികിട്ടില്ല. ചന്തയിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ബജികൾ ഉണ്ടാക്കാം. പക്ഷെ മഹേഷിന് എന്തെങ്കിലും പുതിയത് ചെയ്യണമായിരുന്നു. മഹേഷിന്റെ അടുത്ത് മിച്ചമുള്ള കുറച്ച് കാശുകൾ അതും തീരാറായിരുന്നു. വീട്ടിൽ പച്ചക്കറിയും ഇല്ല. കേക്കുന്നേ, വീട്ടിൽ പച്ചക്കറികളില്ല. ഇനി നമ്മൾ എന്ത് കഴിക്കും? കുഴപ്പമില്ലമ്മ, ഞങ്ങൾ പോയി കുറച്ച് ചീര പറിച്ചിട്ട് വരാം. പൂജയും പിങ്കിയും രണ്ടുപേരും കുളത്തിന്റെ അടുത്ത് ചെന്നു. പിന്നെ അവിടുന്ന് ചീര പറിക്കാൻ തുടങ്ങി. കുളത്തിന്റെ അടുത്ത് മുളങ്കാടായിരുന്നു. ആ സ്ഥലം മഹേഷിന്റെ തന്നെയായിരുന്നു. പിങ്കി കണ്ടു മുളങ്കാടിൽ പുതിയ മുളകൾ വളരുന്നെന്ന്. പൂജ നോക്കിയ, പുതിയ മുളകൾ വളരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മുളകൾ നമുക്ക് കഴിക്കാൻ പറ്റും. ശരി, എങ്കിൽ നമുക്കത് എടുത്തോണ്ട് വീട്ടിൽ പോവാം. രണ്ടുപേരും കൂടെ പുതിയ മുളയെ പിഴുത് വീട്ടിൽ കൊണ്ടുവന്നു. സരള പറഞ്ഞു, മുളയുടെ കറി അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്തോ, പക്ഷെ മറ്റു മാർഗവും ഇല്ലല്ലോ. സരള മുളയെ ചെറുതായി മുറിച്ച് അതിന്റെ കറിയുണ്ടാക്കി. അത് കഴിച്ചതും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വാവ്, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ മഹേഷിനൊരു ഐഡിയ വന്നു. നമുക്ക് മുളപ്പക്കോട ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ ഇനിയും കുറച്ച് മുളത്തണ്ടുകൾ കൊണ്ടുവരൂ. രണ്ടുപേരും മുളം കാട്ടിച്ചെന്ന് പിന്നെ പുതിയ 10 മുളകൾ എടുത്തോണ്ട് വന്നു. മഹേഷ് എങ്ങനെയൊക്കെ പറഞ്ഞു, സരള അതേപോലെ ചെയ്തു. അതിനുശേഷം മുള വെച്ചുള്ള ബജികൾ തയ്യാർ. വാവ്, എന്തൊരു ടേസ്റ്റാ ഇതിന്. ഈ ഐഡിയ എന്താ നേരത്തെ വരാഞ്ഞത്? പക്ഷെ എന്താ ഫലം, അവരെന്നെ അവിടെ വിൽക്കാനും സമ്മതിക്കില്ലല്ലോ. അയ്യോ, നീ വിഷമിക്കേണ്ട സരളെ. മുളപ്പക്കോട കഴിച്ച സ്ഥിതിക്ക് എല്ലാവരും ഇനിയും ഇങ്ങോട്ട് വരും. പിന്നെ അത് തന്നെ നടന്നു. അല്ലെങ്കിൽ തന്നെ മഹേഷിന്റെ പക്കോടകൾ കഴിക്കാൻ ആൾക്കാർ കൊതിക്കുകയായിരുന്നു. മുളയുടെ പക്കോട എന്ന് കേട്ടതും ആൾക്കാരെല്ലാരും ചെന്നോട്. കുറച്ച് മിനിറ്റിൽ തന്നെ പക്കോടകളെല്ലാം തീർന്നു. ആ, കൊള്ളാലോ, ഇതെന്തോ പുതിയ സാധനമാണ്. ഇനി എന്നും കഴിക്കും ഞാനിത്. ഇങ്ങനെ മുളയുടെ പക്കോട വിറ്റ് വിറ്റ് മഹേഷ് പണക്കാരനായി. വീട്ടിന്റെ മുമ്പിൽ ഒരു ഹോട്ടൽ തുടങ്ങി. അവിടെ മുളയുടെ പക്കോടയ്ക്കൊപ്പം മറ്റു പല സാധനങ്ങളും ഉണ്ടായിരുന്നു. പുതിയ പക്കോടക്കാരുടെ അടുത്ത് ആരും ഒന്നും തന്നെ വാങ്ങിച്ചില്ല. അവരുടെ കച്ചവടം നിന്നുപോയി. സരളേനെ അടിച്ചതിന്റെ ശിക്ഷ അവർക്ക് കിട്ടി. പിന്നെ മഹേഷിന്റെ ഹോട്ടൽ മുളയുടെ പക്കോട ഹോട്ടൽ എന്നറിയപ്പെട്ടു. Thanks for watching.